ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി രണ്ട് ഇൻഡെക്സിൻ്റെ അനലൈസിസ് ചെയ്യാറുണ്ട് ഫോർ ഇൻട്രാഡേ പർപ്പസ്. ഓക്കെ, കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഫിൻ നിഫ്റ്റി ആൻഡ് മറ്റേ നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റിയുടെയും അനലൈസിസ് ചെയ്യാൻ ഞാൻ ഇൻ ഫ്യൂച്ചർ അടുത്തത് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഐ തിങ്ക് എല്ലാ ഇൻഡെക്സസും ഒരുമിച്ച് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞാൻ ട്രൈ ചെയ്യാം. പക്ഷേ വീഡിയോ ഒത്തിരി ലോങ് ആവും. ഇപ്പോൾ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും നല്ല ലോങ് ആവാറുണ്ട് വീഡിയോ. സോ അതുകൊണ്ട് എൻ്റെ സമയം ഒത്തിരി പോകാറുണ്ട്. ഇനി നിങ്ങൾക്കത് ഇഷ്ടമാകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കമൻറ്റ് ചെയ്ത് പറയാം നിങ്ങൾക്ക് ഏത് ഇൻഡെക്സിൻ്റെ വീഡിയോ വേണം. സെപ്പറേറ്റ്ലി വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ്ലി ഉണ്ടാക്കാം. ബട്ട് ഒരുമിച്ച് ഉണ്ടാക്കുവാണെങ്കിൽ ഒരുമിച്ച് ചെറിയൊരു അനാലിസിസ് വേണമെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. സോ ഇനി നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നിഫ്റ്റിയുടെ അനലൈസിസ് നമുക്ക് ചെയ്യാം. ഞാൻ ഇന്നലെ സെയിം ഈ ലെവൽസ് നമ്മുടെ ചാനൽ ഇതുപോലത്തെ ഒരു ചാനലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് നിഫ്റ്റി എന്തായി ഓപ്പണായി ഗ്യാപ്പ് അപ്പ്. ഓക്കെ, ഗ്യാപ്പ് അപ്പ് ഓപ്പണായി. അത് കഴിഞ്ഞിട്ട് താഴേക്ക് കൊണ്ടുവന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചാനലിൻ്റെ ഒരു ഫേക്ക് ഔട്ടാണെന്ന് ഞാൻ വിചാരിച്ചു. റൈറ്റ്, ചാനലിൻ്റെ ഇത് ഫേക്ക് ഔട്ടാണ്. പക്ഷേ അകത്ത് വന്നിട്ട് വീണ്ടും ഇവിടെ സപ്പോർട്ട് എവിടെയെങ്കിലും എടുത്തിട്ട് പിന്നെ കയറുമായിരിക്കും എന്നാണ് ഞാൻ ഓർത്തത്. ബട്ട് അവർ എന്ത് ചെയ്തു, ഇത് ഇവിടെ കണ്ടോ, രണ്ട് പിൻബാർ പോലെ ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ഒരു ഹാങ്ങിങ് മാൻ ടൈപ്പ് ഫോമായി സപ്പോർട്ട് എടുത്തു. വീണ്ടും നമ്മുടെ ആ ലെവൽ തന്നെ കേട്ടോ, 25,190 എക്സാക്ട് നമ്മൾ ആ ലെവലാണ് കേട്ടോ. ഇത് നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ശ്രദ്ധിച്ചാലേ ശരിക്കും നമുക്ക് ഇവിടുന്ന് നമ്മുടെ 25,190 എക്സാക്ട് അതിൻ്റെ മോർണിംഗ് തന്നെ കണ്ടോ, ഇവിടെ ഈ ലെവലിൽ നിന്ന് ഇവിടുത്തെ ഇത്ര ബൗൺസ് കിട്ടിയാലും അതിക്ക് ധാരാളമാണ്. നമുക്ക് 10 to 15 പോയിൻറ്റ്സ് ഒരു സ്കാൽപ്പിംഗ് ഈ മാർക്കറ്റിൽ പോയി സ്കാൽപ്പിംഗ് പ്രത്യേകിച്ച് കിട്ടാറുള്ളൂ. മോർണിംഗ് ഒക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ വലിയൊരു മൂവൊക്കെ ഉണ്ടാവാറുള്ളൂ. അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ ഈ പിൻബാർ ഫോം ആയപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ്സിൽ ഈ ഒരു പിൻബാർ ഫോം ആയപ്പോൾ ഞാൻ ഓർത്ത് ഇവിടുന്ന് ഐ തിങ്ക് അവർ പ്രൈസ് പൊക്കുമായിരിക്കും, മിനിമം ഇവിടെ വരെ കൊണ്ടുപോകുന്നതാണ് ഞാൻ ഓർത്തത്. ബട്ട് അപ്പോൾ ദാറ്റ് മീൻസ് ഈ ഫേക്ക് ഔട്ട് പിന്നെ കറക്റ്റ് ആയിക്കോളൂല്ലോ എന്ന് വിചാരിച്ചേ. ബട്ട് അവർ അങ്ങനെയല്ല, ഡയറക്റ്റ് ഇവിടുന്ന് പ്രൈസ് ഫോൾ ചെയ്തു. സോ ഫേക്ക് ഔട്ടും ഫേക്ക് ഡൗൺ ഒക്കെ കഴിഞ്ഞു മാർക്കറ്റ്. പിന്നെ അത് കഴിഞ്ഞ് സൈഡ് വേസ് ആയി. സോ എന്തായാലും ഇത് വേസ്റ്റായി, ഇത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ വേസ്റ്റായി. ബട്ട് നമ്മുടെ വേറൊരു ഗ്രീൻ ബോക്സ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ സ്പെഷ്യലി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഗ്രീൻ ബോക്സ് വരികയാണെങ്കിൽ ബൈങ് സോൺ തന്നെയാണ് അത്. സോ ഇന്ന് കണ്ടോ കറക്റ്റ് പ്രൈസ് അവിടെ വന്നു. ദെൻ ഇവിടുന്ന് കാലത്തെ അവിടെ വരെ വന്നില്ല, ബട്ട് ലാസ്റ്റിൽ വന്നു. അവിടുന്ന് വീണ്ടും സ്പൈക്ക്. ഈ സ്പൈക്ക് വന്നത് അത്യാവശ്യം നല്ലൊരു സ്പൈക്കാണ് കേട്ടോ ഇവിടുന്ന് കിട്ടുന്നത് നമുക്ക്. 20 പോയിൻറ്റ്സ് 20 പോയിൻറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്, 15-20 പോയിൻറ്റ്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അവിടെ വന്ന ഇങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് ഇവിടെ ചെറിയ ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിം പോവുക. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ ഈ ബോക്സിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോയിട്ട് അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ചോദിച്ച് നോക്കുക. അങ്ങനെ വേണം നമ്മൾ ശരിക്കും അവിടെ ട്രേഡ് എടുക്കാൻ. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് ഫുൾ വീഡിയോ ഉണ്ടാക്കി തരാം, എങ്ങനെയാണ് അതിൻ്റെ ട്രേഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ SL-ഉം നമുക്ക് എൻട്രിയും ഒക്കെ കിട്ടും, SL-ഉം കിട്ടും, ടാർഗറ്റ് നമുക്ക് എന്തായാലും ഈസിയിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ ഇനി നിഫ്റ്റിയിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. നാളെ ഇതിൻ്റെ ബിലോ പോയാൽ 25,120 ബ്രേക്ക് ചെയ്താൽ ഇത് സപ്പോർട്ടാണ് 120. നമ്മുടെ ഈ ഗ്രീൻ ബോക്സ് സപ്പോർട്ടാണ്, പ്ലസ് ഇവിടെ ഇതിൻ്റെ സപ്പോർട്ട് കൂടിയുണ്ട് 25,120. അത് ബ്രേക്ക് ചെയ്താൽ ഇന്നത്തെ ഡേയിൽ ലോ 25,080 അത് ഒന്ന് സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അത് ഒരു ഡേയിൽ ലോ ഒരു സപ്പോർട്ടായിട്ട് മാറുമെന്ന്. ഓക്കെ, യെസ്, ഇത് ബ്രേക്ക് ചെയ്താൽ ഫർദർ 4 കിട്ടും. പിന്നെ നേരെ 25,020 അത് ആ ലെവലാണ് ഇനി വരുന്നത്. ഓക്കെ, വീക്ക്നെസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. വലിയ ബുള്ളിഷ് സൈനൊന്നും ഇല്ല. പ്രൈസ് അവർ മുകളിലേക്ക് കൊണ്ടുപോയി ഗ്യാപ് ഫേക്ക് ഔട്ട് എന്താണ് താഴേക്ക് കൊണ്ടുപോകുന്നു. വലിയ ബുള്ളിഷ്നെസ് ഒന്നും കാണുന്നില്ല. ബട്ട് ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ 25,120 ബ്രേക്ക് ചെയ്താൽ താഴത്തെ ലെവൽ, ദെൻ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ താഴെ 25,020. അതിൻ്റെ ബിലോ ഈസിലി പോകത്തില്ല. നല്ല ഹ്യൂജ് ഫോൾ വരുവാണെങ്കിൽ മാത്രമേ പോവുള്ളൂ. റീസൺ 25,000 ഈസ് എ ഗുഡ് ബൈയിങ് നമ്പർ. മനസ്സിലായി, 25,000 നല്ലൊരു നമ്പറാണ്, ഈസിലി കിട്ടത്തില്ല. അത്രയ്ക്ക് ഹ്യൂജ് ന്യൂസ് എന്തെങ്കിലും ബാഡ് ന്യൂസ് അങ്ങനെ അത്രയ്ക്ക് വലിയ ഇതുണ്ടെങ്കിൽ മാത്രമേ, ഹ്യൂജ് ഫോൾ വല്ല എന്തെങ്കിലും ആണെങ്കിൽ മാത്രമേ അത്രയ്ക്ക് സെൽ ഓഫ് വരുള്ളെങ്കിൽ ഇവിടെ വന്ന് അല്ലെങ്കിൽ ബൗൺസ് ചെയ്യും കിട്ടും. ഓക്കെ, ഇത്ര ലെവൽസ് നമുക്ക് മതി. ബാക്കി 25,000 to 35 അത് ഞാൻ ഇന്നലെയും കൊടുത്ത ലെവലാണ്. ഇത് കണ്ടോ, അതായത് ഈ ഇവിടെ ഡബിൾ ബോട്ടം അടിച്ചല്ലോ, ആ ഡബിൾ ബോട്ടം ആ ഒരു റെസിസ്റ്റൻസ് കണ്ടോ, റെസിസ്റ്റൻസ് അതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ടാവും. അതിൻ്റെ അബവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരച്ച് വെക്കാം കേട്ടോ. കണ്ടോ,
ഐ തിങ്ക് ഈ ട്രെൻഡ് ലൈൻ ഞാൻ ഇന്നലെയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. കാരണം ഇത് എപ്പോഴാണ് സിങ്ക് ആവുമെന്ന് നമുക്ക് പറയാനില്ല. സഡൻ ഉടനെ റിജക്ഷൻ കിട്ടും. ആ ഏരിയ പോയാൽ പിന്നെ റിജക്ഷൻ കിട്ടും. ഇന്ന് രാവിലെ ഏകദേശം അവിടെ തന്നെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, ബട്ട് ടച്ച് ചെയ്തില്ല. അവിടെ കിട്ടിയപ്പോൾ തന്നെ അവർ അവിടെ നിന്ന് സെൽ ഓഫ് അടിച്ചു. അത് സസ്റ്റെയിൻ ചെയ്തില്ല പ്രൈസ്. ഓക്കെ, സോ വേറെ നിഫ്റ്റിയിൽ പറയാനുള്ളില്ല. നിഫ്റ്റിയിൽ പിന്നെ നമ്മൾ ആ ലെവൽ ഇന്ന് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് താഴേക്ക് കൊണ്ടുവന്ന് 25,190. അതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയിട്ടില്ല പ്രൈസ്. ഇതിൻ്റെ അബവ് ക്ലോസിങ്ങേ കിട്ടിയിട്ടില്ല. സസ്റ്റെയിൻ ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ് മുകളിലേക്ക് കിട്ടിയത്. സോ ലെവൽസ് നന്നായിട്ട് വർക്ക് ചെയ്യാനുണ്ട്. നമ്മൾ എല്ലാം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക, കറക്റ്റായി ട്രാക്ക് ചെയ്യുക. ഓക്കെ, ഇനി വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനില്ല. നമ്മൾ ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ബാങ്ക് നിഫ്റ്റി ഞാൻ ഇതൊക്കെ എല്ലാം ഇന്നലത്തെ ലെവൽസാണ്. ട്രാങ്കിലൊക്കെ ഇന്നലത്തെ ട്രാങ്കിലാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നമ്മുടെ ആ ലെവൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. യെസ്, ഇതിൻ്റെ അബവ് പോയിട്ടില്ല. നമ്മുടെ ഈ ലെവൽ കണ്ടോ, 25,510 ഒരു ലെവൽ 500 to 510 ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അബവേ പോയിട്ടില്ല. ഇടയ്ക്ക് എനിക്ക് ഒരു തോന്നലുണ്ടായിരുന്നു ഇതിൻ്റെ അബവ് പോയിട്ട് പിന്നെ മുകളിലത്തെ ലെവലൊക്കെ കിട്ടും, ബട്ട് ഒന്നും നടന്നില്ല. ബാങ്ക് നിഫ്റ്റി ഭയങ്കര സൈഡ് വേസ് ആയിരുന്നു, ഒത്തിരി സൈഡ് വേസ് ആയിരുന്നു കേട്ടോ. ട്രയാങ്കിളിൻ്റെ നമ്മൾ ഈ ട്രയാങ്കിൾ വലിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പർ പോർഷൻ തന്നെ മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്തു പ്രൈസ് താഴേക്ക് കൊണ്ടുവന്നില്ല. സോ ബാങ്ക് നിഫ്റ്റി നാളെ ഇതിൻ്റെ അബവ് പോയാൽ 51,510. ഓക്കെ, ഇതിൻ്റെ അബവ് പോയാൽ മുകളിലത്തെ ലെവൽസ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഓക്കെ, അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ വേറെ ഒരു ട്രയാങ്കിൾ പോലെ ഒരു കാണുന്നുണ്ട്. യെസ്, ബട്ട് എത്ര ലെഗ് നമുക്ക് കിട്ടി ഇങ്ങനെ എന്തായാലും വരച്ച് വെച്ചു കേട്ടോ. കണ്ട ഇങ്ങനെ എന്തായാലും വരച്ച് വെച്ചേക്കണം. ഫ്ലാറ്റ് വല്ല എന്തെങ്കിലും ഓപ്പണിംഗ് ആണെങ്കിൽ അപ്പോൾ ഇനി ഒരു ലെഗ് താഴേക്ക് വല്ല കിട്ടുമെന്ന് നമുക്ക് നോക്കണം. ഇവിടെ താഴെ കിട്ടും, ഇവിടെ നിന്ന് വീണ്ടും ഒരു ബൈങ് ജനറേറ്റ് ചെയ്യുമെന്ന് നോക്കണം. എന്തായാലും വരച്ച് വെക്കുക നമ്മൾ ഈ ലെവൽസൊക്കെ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ ഈ പോർഷൻ ഇനി സെല്ലിംഗ് സോൺ ആയിരിക്കും. 51,590 നമ്മുടെ ആ ലെവൽ തന്നെയാണ് ഇത്. ഇതിൻ്റെ അപ്പോൾ പ്രൈസ് പോയാൽ മാത്രമേ കുറച്ചുകൂടി ബുള്ളിഷ്നെസ് കാണുകയുള്ളൂ, മുകളിലത്തെ ലെവൽസ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിൻ്റെ അബവ് പോയാൽ 51,700, 51,590 അബവ് സസ്റ്റെയിൻ ആയാൽ 51,700 to 730 വരെ നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ അത് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, റെഡ് ലൈൻ ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. മാർക്കറ്റ് ഭയങ്കര സൈലൻ്റ് ആണ്. ഓപ്ഷൻ ബയേഴ്സിന് ഒന്നും കിട്ടണില്ല. സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. സ്കാൽപ്പിംഗ് മാത്രമേ ചെയ്യാവുള്ളൂ. എൻ്റെ സജഷൻ അത് തന്നെയാണ്, സ്കാൽപ്പിംഗ് ചെയ്യുക. ഐ തിങ്ക് ഇന്നലെ വലിയ മൂവ് ഒന്നും കിട്ടാൻ വഴിയില്ല, ബട്ട് നമുക്ക് നോക്കാം. സ്കാൽപ്പിംഗ് ഒക്കെ ഈസിലി കിട്ടും, ബട്ട് സ്കാൽപ്പിംഗ് ചെറിയൊരു പോയിൻറ്റ്സ് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ നോക്കിയിരിക്കരുത്, വെയിറ്റ് ചെയ്യരുത്. SL പോയാൽ SL നമ്മൾ കൊടുത്തിരിക്കണം, ചെറിയ SL നമ്മൾ കൊടുത്തിരിക്കണം. ഹ്യൂജ് ലോസൊക്കെ നമുക്ക് പ്രീമിയം മെൽട്ട് ആകും. ഫുൾ ഡേ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ സജഷൻ ഇത് തന്നെയാണ്. കാലത്തെ ഒരു ട്രേഡ് എടുക്കുക, മോർണിംഗിൽ ഒരു ട്രേഡ് കിട്ടിയാൽ അവിടെ എടുക്കുക. ബാക്കി ടൈം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ഓപ്ഷൻ ബയർ ആണെങ്കിൽ ബാക്കി ടൈംസ് ഒന്നും നോക്കണ്ട. പിന്നെ നോക്കുവാണെങ്കിൽ 2 മണിക്ക് ശേഷം ഒരു ട്രേഡ് കിട്ടാറുണ്ട്. ചില ദിവസങ്ങളിൽ അത് കിട്ടാറുണ്ട്. നല്ലൊരു സ്പൈക്ക്, നല്ലൊരു ബൗൺസിലേക്ക് കിട്ടാറുണ്ട്. സോ അത് ഏത് ഇൻഡെക്സിലാണ് കിട്ടുന്നത് നിങ്ങളതൊന്ന് നോക്കി ട്രേഡ് ചെയ്യുക കേട്ടോ. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു സോ മച്ച്.